കരം മൂവി അതാണ് ഞാൻ ഈ ആഴ്ച ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണം. അപ്പോൾ ഇതിൽ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. അതിനുശേഷം ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതിൽ വില്ലന്മാരുടെ പെർഫോമൻസ്, ഇതിലൊരു വിദേശി ആയിട്ട് ഒരാളാണ് വില്ലനായിട്ട് വരുന്നത്. ഇവാൻ എന്ന് തുടങ്ങുന്ന പേരുള്ള ഒരാളാണ് ഇതിലെ വില്ലൻ. പിന്നെ അതേപോലെ തന്നെ ഒരു ശിങ്കിടി വില്ലൻ ആദ്യം തന്നെ വരുന്നുണ്ട്. ആ ശിങ്കിടി വില്ലനാണ് ഇതിൽ ഒന്നുകൂടി നല്ല പെർഫോമൻസ്, സുഹൃത്തേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പുള്ളിയുടെ ആ വില്ലനിസം ഓക്കെ ആയിരുന്നു കേട്ടോ, നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ മെയിൻ വില്ലനും കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് കുറച്ച് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ അതേപോലെ ഇതിൽ ഏറ്റവും ഉഷാറായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാബുരാജിൻ്റെ കോമഡിയാണ്. വിദേശികളുമായിട്ട് അവർക്ക് മലയാളം അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും അവരുടെ മുഖത്ത് നോക്കിയിട്ട് തോന്നിവാസം പറയാം. അപ്പോൾ ആ രീതിയിലുള്ള കോമഡികൾ മലയാളം അറിയാത്തവരോട് ബാബുരാജ് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടുള്ള കോമഡികളായിട്ടാണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ പതിവ് ശൈലിയുള്ള കോമഡി അത് ഈ സിനിമയിൽ ഏറ്റവും ഒന്ന് മേലെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ബാബുരാജിൻ്റെ കോമഡി തന്നെയാണ്. പിന്നെ അതേപോലെ ഇതിലൊരു കൊച്ചുകുട്ടി അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ആ ഒരു ഭാവങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ കാര്യത്തിലൊക്കെ ഒരു പാവയിൽ ആ അച്ഛൻ്റെ സ്വരം വരുമ്പോൾ മൈ പപ്പ പറഞ്ഞിട്ട് കരയണ ആ എക്സ്പ്രഷൻസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇതിലെ ഹീറോ നോബിൾ ബാബു തോമസ് കക്ഷി നന്നായിട്ട് ഹീറോയിസം ചെയ്യാൻ പറ്റിയ ആൾ തന്നെയാണ് എന്ന് ഈ സിനിമയിൽ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ പുള്ളി കുറച്ച് ആക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മീഡിയം ലെവലിലെ അതെനിക്ക് ആ ആക്ഷൻ തോന്നിയിട്ടുള്ളൂ. എന്നാലും പുള്ളി ഇനി ഏതെങ്കിലും സിനിമകൾ ചെയ്യുമ്പോൾ അതിൽ ആക്ഷൻ ഹീറോ ആയിട്ടാണ് വരുന്നതെങ്കിൽ പൊടിച്ച ആക്ഷൻ ചെയ്യാൻ പറ്റിയ ഹീറോ തന്നെയാണ് പുള്ളി എന്ന് ഈ സിനിമയിൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത്രയ്ക്ക് ആക്ഷൻ ഇതിലുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വേടൻ്റെ സോങ് കേൾക്കുന്നുണ്ട്. അത് നന്നായിട്ടുണ്ട്. വേടൻ്റെ ആ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ. പിന്നെ അതേപോലെ മെലഡിക്കായിട്ടുള്ള സോങ്ങുകൾ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിന് ഷാൻ റഹ്മാനാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്, അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ അതേപോലെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. ഡയറക്ഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇതിലെ ഹീറോ ശരിക്ക് വില്ലന്മാരോടൊപ്പം ആക്ഷൻ ചെയ്യുന്നത് വലിയ സുഖം പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ശിങ്കിടി വില്ലൻ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ വില്ലനിസം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പോൾ പുള്ളിക്കും ഈ ഹീറോയ്ക്കും തമ്മിലൊരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ്റെ സമയത്ത് പെട്ടെന്ന് തന്നെ അവനാണ് മുന്നിൽ നിൽക്കുന്നത്, വില്ലനാണ് ഭയങ്കര ആക്ഷൻ ചെയ്തുകൊണ്ട് അവിടെ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വില്ലന് ഒരു സാധനം ആവശ്യമായിട്ട് വരികയാണ്. അത് ഉണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് ആയുധങ്ങളൊന്നും അല്ല കേട്ടോ, വേറൊരു സംഭവമാണ്. അത് സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിനവൻ നോക്കുമ്പോൾ അതിൽ ഒരു ട്രിക്സ് കാണിച്ചിട്ടാണ് ഹീറോ അവിടെ മുന്നേറുന്നത്. എന്തൊരു അവസ്ഥയാണ്! അതങ്ങനെയല്ല വേണ്ടിയിരുന്നത്. അതെന്താണോ ആ വില്ലന് വേണ്ടത് അതിനെ എടുക്കടാ എന്ന് പറഞ്ഞിട്ട് അതവൻ എടുത്ത് ഉപയോഗിക്കണ്ടേ? അത് ഉപയോഗിച്ചതിന് ശേഷം ഹീറോ അവൻ്റെ അടുത്ത് ആ ഒരു ഹീറോയിസം കാണിക്കണ്ടേ? ഇതൊന്നുമില്ലാതെ അതിലൊരു അങ്ങോട്ട് ചാടി പിടിച്ചിട്ടാണ് അവിടെ ഹീറോ ആക്ഷൻ ചെയ്യുന്നത്. അതൊരു സുഖമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വില്ലനാണ് വളരെ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അത് ഹീറോയെ ആക്കാമായിരുന്നു. അതിന് വിനീത് ശ്രീനിവാസനാകട്ടെ, ഈ സിനിമയുടെ കഥ എഴുതിയതും നോബിൾ ബാബു തോമസ് തന്നെയാണ്. അദ്ദേഹവും അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. കാരണം പുള്ളി ഇതിലെ ആക്ഷൻ ഹീറോയാണ്. അതുകൊണ്ട് എവിടെയൊക്കെ ഹൈപ്പ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഹൈപ്പ് കൊടുത്തിട്ട് ഭയങ്കര അടിയാക്കാമായിരുന്നു. അങ്ങനെ ഒരു ആക്ഷൻ ഈ സിനിമയിൽ ഞാൻ കണ്ടില്ല. പക്ഷേ അതിന് പറ്റിയ ആളാണ് നോബിൾ തോമസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് കാണിക്കാതെ വെറുതെ വില്ലനാണ് അവിടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷൻ ഈ സിനിമയിൽ എൻ്റെ അഭിപ്രായത്തിൽ പോരാ.
കാരണം അവിടെ ഓരോ കഥാപാത്രങ്ങൾക്കും ഹൈപ്പ് കൊടുക്കാൻ നോക്കുന്നു എന്നല്ലാതെ ആ ഹൈപ്പിന് പറ്റിയ രീതിയിലുള്ള ആക്ഷൻ, പറ്റിയ രീതിയിലുള്ള ത്രില്ലിംഗ് ഒന്നും കൊടുക്കാൻ ഡയറക്ടറായിട്ട് വിനീത് ശ്രീനിവാസന് ഇതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ കഥ പോകുന്നത് വേറൊരു പ്രധാന മാറ്ററുമായിട്ടാണ്. ആ ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇതിലെ ഹീറോയുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ വിചാരിച്ചു അതിലാണ് ഈ സിനിമ പോവുക, കാരണം അതിൽ തുടക്കമൊക്കെ കുഴപ്പമില്ലാതെ തോന്നി. അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ അവർ വെച്ചു. അത് വെച്ചതിന് ശേഷം അതിന്നേ പിടുത്തം വിട്ടിട്ട് വേറെ ഇതിൽ ഹീറോയ്ക്കുമായി ബന്ധപ്പെട്ട് ഒരു വേണ്ടപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ശരി, അവർ ആ ടോപ്പിക്ക് വിട്ടു. ഈ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അതിൽ വരുന്ന വില്ലന്മാരും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഈ ഹീറോ ഭയങ്കരമായിട്ട് വരണ്ടേ? വന്നിട്ടില്ല. കാരണം ഈ മറ്റേ ഹീറോയുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രൊഫഷനാണ്. അതിൽ വില്ലനെയൊക്കെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാല്ല, കണ്ണിൽ തന്നെ കത്തി കുത്തിയിറക്കുക, ഹാർട്ടിൽ കുത്തിയിറക്കുക, കഴുത്തിൽ കുത്തിയിറക്കുക, അങ്ങനെ ചെയ്യാനുള്ള ട്രെയിനിങ്ങും കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് പുള്ളിക്ക് ഇതിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കാമായിരുന്നു. അതിന് പകരം ഇതിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മിസ്സായിട്ട് അത് പിന്നെ ഒരു ദുരന്തമായി തീർന്ന് അതിൽ ആ ആളെ വീണ്ടും പുള്ളി കണ്ടുമുട്ടുന്ന സമയത്ത് ആ വേണ്ടപ്പെട്ട വ്യക്തിയില്ലേ, അത് തൻ്റെ ആ ട്രാജഡി പറയുമ്പോൾ ഹീറോയുടെ മുഖത്ത് യാതൊരു ഭാവവും കാണാനില്ല. അവിടെ തന്നെ ഹീറോ റൈസ് ആവണ്ടേ? അവിടെ തന്നെ ആ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ട് വരുന്ന വില്ലനോട് ഫൈറ്റ് ചെയ്യണ്ടേ? ഒന്നുമില്ലാതെ അവിടെ ആ വില്ലനോട് യാചിക്കുകയാണ്, ബെഗ് ചെയ്യാണ്. അതെങ്ങനെ നമുക്ക് സൂട്ടാവും? അവിടെ തന്നെ അടി തുടങ്ങണമായിരുന്നു, അവിടെ തീർക്കാമായിരുന്നു, ഒരു വില്ലനെ തീർക്കാമായിരുന്നു, എന്നിട്ട് പുതിയ വില്ലന്മാരെ ഇറക്കാമായിരുന്നു ഈ കഥയിൽ. കാരണം അങ്ങനത്തെ പ്രൊഫഷനാണ് ഹീറോയ്ക്കുള്ളത്. അതേപോലെ അതിന് സാധ്യതയുള്ള വില്ലന്മാർ, അതിന് സാധ്യതയുള്ള വില്ലന്മാരുടെ ജോലി, അവർ ചെയ്യുന്ന ഇതിലെ തെറ്റായ കാര്യം, അതൊക്കെ ഭയങ്കരമാണ്. അതൊന്നും കൊണ്ടുവരാതെ എന്തൊക്കെയോ അങ്ങനെ പോവുകയാണ് സിനിമ. കലാഭവൻ ഷാജോൺ ഉണ്ട്, പുള്ളിക്ക് കുറച്ച് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കാണിക്കുകയാണ്. മനോജ് കെ ചേട്ടനുണ്ട്, പുള്ളിക്ക് കുറച്ച് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കാണിക്കുകയാണ്. ഇതൊന്നും തന്നെ സിനിമയുടെ ആ ഒരു നമുക്കൊരു പഞ്ച് കിട്ടുന്നില്ല. പഞ്ച് കിട്ടേണ്ടത് എവിടെയാണ്? ഇതിൽ ഭയങ്കരമായിട്ട് ആക്ഷൻ ചെയ്യാൻ കഴിവുള്ള നമ്മുടെ ഹീറോയിലാണ് കാണിക്കേണ്ടത്. അതേപോലെ വില്ലന്മാരെ കൂടുതൽ ഇറക്കാമായിരുന്നു. അങ്ങനെയൊക്കെ കൊടുക്കാതെ ഇതിൽ ആക്ഷൻ ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ലാത്ത ആക്ഷൻ ഹീറോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ വിഷയത്തിനും പുള്ളിയുടെ ആ ഒരു ഹീറോയിസത്തിനും ഇത് പോരാ. വില്ലന്മാരാണ് ഇതിൽ മുന്നിൽ നിൽക്കുക. അതുപോലെ ഇതിലെ മെയിൻ വില്ലൻ ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു ഭീകര വിഷയമൊക്കെ നന്നായിരുന്നു. അപ്പോൾ അവനുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ വരണമായിരുന്നു. അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. പകരം വില്ലൻ എങ്ങനെയാ രക്ഷപ്പെട്ട് അവിടുന്ന് പോകുന്നത് എന്ന് പോലും അതിൻ്റെ ഒരു പരിധി എത്തുമ്പോൾ കാണിക്കുന്നില്ല. പിന്നെ വില്ലൻ്റെ മുമ്പിലേക്ക് നായകൻ പോകുന്നു, അവിടെയും നായകൻ തന്നെയാണ് പോരായ്മയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വേറൊരുത്തൻ അതിൽ വന്നിട്ടാണ് അവിടെയും ഹീറോയെ സഹായിക്കുന്നത്. കാറോടിച്ച് വരുന്ന വേറൊരാളുടെ മകൻ, അവനാണ് അവിടെ മെയിനായിട്ട് നിൽക്കുക. അങ്ങനെ വരരുത്, അവിടെ ഹീറോയല്ലേ മെയിനായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് സിനിമ എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ. ഇത് നന്നാക്കാമായിരുന്നു. ഇത് ഞാൻ ഈ നോബിൾ തോമസിനെ ഒരു മോശം പറയല്ല, പുള്ളി നല്ലൊരു ആക്ഷൻ ഹീറോയാണെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് സിനിമയിൽ പ്രകടമാകണമെങ്കിൽ അതാത് ഭാഗങ്ങളിൽ അത് വെക്കണം. അപ്പോൾ അവിടെ വെക്കും നോക്കുമ്പോൾ അവിടെ നിരാശയാണ് തരുന്നത്. അതുകൊണ്ട് സിനിമ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ് പോലും എനിക്ക് തോന്നിയിട്ടില്ല, ഒരു ബിലോ ആവറേജ് ലെവലിലാണ് നിൽക്കുന്നത്. ഇത് നന്നാക്കാമായിരുന്നു.